അപ്പൊ അടുത്തൊരു സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സബ്സ്ക്രൈബർ ചോദിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വിസ ചെയ്യണ സമയത്ത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിട്ട് വേണോ, അതിപ്പോ എല്ലായിടത്തും വേണോന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ കേട്ടത് സത്യം തന്നെയാണ്. നമുക്ക് പണ്ടൊക്കെ ഗവൺമെന്റിൽ അല്ലെങ്കിൽ ചില പ്രൈവറ്റ് സെക്ടർ ഹോസ്പിറ്റലുകളിലേക്ക് ആയിരുന്നു, അല്ലെങ്കിൽ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ളതും സെമി ഗവൺമെന്റിലേക്ക് ആയിരുന്നു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ എല്ലായിടത്തും തന്നെ അതൊരു കമ്പൽസറി ആക്കിയിട്ടുണ്ട്. എക്സ്പെഷ്യലി ഇന്ത്യൻ എംപ്ലോയീസിന് എന്തായാലും ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ നമ്മുടെ ഹോം കൺട്രിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ UAE നിന്ന്. ഇപ്പൊ നിങ്ങൾ മോർ ദാൻ 1 ഇയർ ഒക്കെ ആയിട്ട് UAE ലാണെങ്കിൽ നിങ്ങൾക്ക് UAE നിന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങളുടെ ഡോക്യുമെന്റ്സിന്റെ കൂടെ. അപ്പൊ അത് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഒന്നുമില്ല, നിങ്ങൾക്ക് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ കയറിയിട്ട് നമുക്ക് ഡയറക്റ്റ് പേയ്മെന്റ് അടച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ടൈപ്പിംഗ് സെന്ററിലായിട്ട് കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് അത് എടുത്തുതരും, അവരെടുത്തു തരും കേട്ടോ. പക്ഷെ അവരുടെ ചെറിയൊരു സർവീസ് ചാർജ് ഉണ്ടാവുന്നുള്ളൂ. അതുപോലെ തന്നെ നാട്ടിൽ നിന്നാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അപ്ലൈ ചെയ്യണം എങ്ങനെ എന്തൊക്കെ വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ ഞാൻ സെപ്പറേറ്റ് ആ ഒരു റീൽസ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പൊ ഈ ഒരു ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ ഇമ്പോർട്ടൻസ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ലീഗലി എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല, അത് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ എല്ലാവരും മേക്ക് ഷുവർ ചെയ്യുക. അപ്പോൾ ആരെങ്കിലൊക്കെ നാട്ടിൽ നിന്ന് കയറി വരാനുള്ളവരൊക്കെ ആണെങ്കിൽ അവിടുന്ന് നാട്ടിൽ നിന്ന് അത് എടുത്തിട്ട് വരുമായിരിക്കും ഏറ്റവും നല്ല ബെറ്റർ. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ജോലി കിട്ടുമ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകേണ്ടി വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറെ പേര് ചോദിച്ച കാര്യമാണ്, എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം എത്ര നാൾ പിടിക്കും, എന്തിനാണ് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യണമെന്ന്. ഉറപ്പായിട്ടും നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ഒന്നും തന്നെ ആരും ചോദിക്കുന്നില്ല. ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതൊന്നും കൊടുക്കാൻ നിൽക്കരുത്. നമ്മുടെ ഒറിജിനൽ പ്രൂഫ് നമ്മൾ എവിടെയും സബ്മിറ്റ് ചെയ്യുക കാര്യങ്ങളൊന്നും വേണ്ട, എല്ലാത്തിന്റെയും കോപ്പിയാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ എല്ലാത്തിന്റെയും എന്ത് ചെയ്യുക, കോപ്പി നിങ്ങളൊരു PDF പോലെ ആക്കിയിട്ട് നിങ്ങളുടെ മെയിലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൾഡറിലോ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുവാണെങ്കിൽ ചോദിക്കുമ്പോൾ നമുക്ക് ഫോർവേഡ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് അത് PDF ആയിട്ട് തന്നെ വേണം. അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് കളർ കോപ്പികൾ തന്നെ നമുക്ക് ആവശ്യമുണ്ട്, നമ്മുടെ ഓരോ ജോബ് ഓഫറും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ അത് നിങ്ങൾ എന്തായാലും മേക്ക് ഷുവർ ചെയ്തിട്ട് അതുപോലെ ഒരു PDF കാര്യങ്ങളും ആക്കുക. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നിങ്ങൾ കുറച്ച് കോപ്പികൾ ക്യാരി ചെയ്യുക. അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പീസ്, അതായത് രജിസ്ട്രേഷൻ ഡിപ്ലോമ ഉണ്ടെങ്കിൽ ഡിപ്ലോമ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അത് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ എലിജിബിലിറ്റി ലെറ്റർ, നിങ്ങളുടെ കുറച്ച് CV ഡിഫറെന്റ് ടൈപ്പ് ഓഫ് CVs ഒക്കെ ഉണ്ടാക്കിയിട്ട് വരിക. അങ്ങനെ CV കാര്യങ്ങളൊക്കെ ഒക്കെ നിങ്ങൾ കുറച്ച് കോപ്പി എടുത്ത് വരുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇച്ചിരി കൂടി എക്സ്പെൻസീവ് കൂടുതലായതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിന് വെറുതെ പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു SIM കാർഡ് ഓൾറെഡി നിങ്ങൾ എടുത്തിട്ടുണ്ടാവും, എന്തായാലും നിങ്ങൾക്ക് എടുക്കണം. അപ്പോൾ SIM കാർഡ് എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ലൊക്കേഷൻ ബൈസ് ചെയ്തിട്ട് നിങ്ങൾ ഓരോ ദിവസം ഫിക്സ് ചെയ്യുക. അതായത് ഇന്ന ലൊക്കേഷനിൽ ഇന്ന് പോവാന്നുള്ള ഒരു ഫിക്സ് ചെയ്യുക. എവിടെയാണോ കൂടുതൽ ക്ലിനിക്സ് ഹോസ്പിറ്റൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വയ്ക്കുക. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ChatGPT നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും ഏത് ഏരിയയിലാണ് കൂടുതൽ ക്ലിനിക്സ് എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലൊക്കേഷനിൽ അനുസരിച്ചിട്ട് നിങ്ങൾ ഓരോ ദിവസം എന്ത് ചെയ്യുക, പോകാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലാണ്ട് വെറുതെ ലിങ്ക് ത്രൂ അല്ലെങ്കിൽ മെയിൽ ത്രൂ ഒക്കെ അയച്ചിട്ടിട്ട് വെറുതെ ഇരിക്കാണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ കൂടി നടന്ന് പോയി അന്വേഷിച്ച് കൊടുക്കുക. CV ഡയറക്റ്റ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റിയെങ്കിൽ അങ്ങനെ പോയി നിങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ ദിവസവും ഓരോ ലൊക്കേഷൻ നിങ്ങൾ ഇതാക്കുക. അതിന് മുന്നേ നിങ്ങളിപ്പോൾ ദുബായിലാണെങ്കിൽ നിങ്ങൾക്ക് മെട്രോ കാർഡ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ് മെട്രോ ഒക്കെ യൂസ് ചെയ്തിട്ട് പോകാൻ പറ്റും. അബുദാബി ആ ഏരിയയിലൊക്കെ ആകുമ്പോൾ മെട്രോ കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ടാക്സി തന്നെ ചൂസ് ചെയ്യേണ്ടി വരും. എന്നാലും നിങ്ങളുടെ ലൊക്കേഷൻ എങ്ങനെ എന്തൊക്കെയാണ് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്തിട്ട് ഓരോരോ ലൊക്കേഷൻ ചൂസ് ചെയ്തതിന് ശേഷം അതിലേക്ക് പോവുക. ഇന്ന ദിവസം ഞാൻ ഇങ്ങോട്ട് പോകുന്നുള്ളത് ഫിക്സ് ആക്കുക. എന്നിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, CV കൊടുക്കുക. അതായത് ക്ലിനിക്സിലേക്ക് ഒരു CV പ്രിപ്പയർ ചെയ്യുക, ഹോസ്പിറ്റലിലേക്ക് ഒരു പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ ഹോം കെയർ അങ്ങനെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക്, അങ്ങനെ ഒരു 2-3 ടൈപ്പ് CV ഉണ്ടാക്കുക. CV ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ ഉറപ്പായിട്ട് എന്നെ ഫോളോ ചെയ്തിട്ട് സബ്സ്ക്രൈബ് CV എന്ന് പറഞ്ഞ് കമന്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് CV ഉണ്ടാക്കുന്ന ആളെ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ, നല്ലൊരു CV മേക്കറെ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മെയിൽ ത്രൂ പോവാൻ പറ്റും. അതുപോലെ ലിങ്ക് അതുപോലെ കുറെ പോർട്ടൽ സൈറ്റുകൾ ഉണ്ട്, അതിൽ ത്രൂ നിങ്ങൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിലും കുറെ വേക്കൻസികൾ വരുന്നുണ്ട്. കുറെ പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്, 5-6 മാസമായി 8 മാസമായി ഇതുവരെ ജോലി ശരിയായില്ല, ഒന്നും ആയില്ല. നിങ്ങൾ കീപ്പ് ഓൺ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ എങ്ങനെയാണോ ജോലി അന്വേഷിക്കുന്നത്, എങ്ങനെയാണോ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ ഇരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടാനും. പിന്നെ കിട്ടിയ ജോലി ഒരിക്കലും കളയാതിരിക്കുക. നല്ല സാലറി, നല്ല കാര്യങ്ങൾ, അവിടെ റിവ്യൂസും കാര്യങ്ങളും എല്ലാം നോക്കുക. പറ്റുവാണെങ്കിൽ ഇന്റർവ്യൂവിന് പോയിട്ട് ആരെങ്കിലും എംപ്ലോയീസിനോ കാര്യങ്ങളോ കാണുകയാണെങ്കിൽ അവരുടെ നമ്പർ വാങ്ങിയിട്ട് ചോദിക്കുക എങ്ങനെയുണ്ട് അവിടെ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, നല്ല ക്ലിനിക്സോ നല്ല ഹോം കെയറോ ഒക്കെ ആണെങ്കിൽ ജോയിൻ ചെയ്യാൻ
വേണ്ടിയിട്ട് നോക്കുക. ഹോം കെയർ ആൾസോ നമുക്ക് എന്ത് കമ്പയറിംഗ് ടു ക്ലിനിക്സ് അത് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഹോം കെയറും നല്ലത് തന്നെയാണ്. നല്ല സാലറി നല്ല പാക്കേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഹോം കെയറും ചൂസ് ചെയ്യാം. പക്ഷെ നല്ല ഹോം കെയർ ചൂസ് ചെയ്യണം. അൺലൈസൻസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് വാങ്ങി വെക്കുന്നതോ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ റിവ്യൂസ് നല്ലതല്ലാത്തതോ അല്ലെങ്കിൽ ലൈസൻസ്ഡ് അല്ലാത്തതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഒരു ഹോം കെയറിന്റെ പേര് വെച്ച് നോക്കുകയാണെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ. അപ്പൊ അങ്ങനെയെല്ലാം നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. മാക്സിമം എന്ത് ചെയ്യുക, എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് വിത്തിൻ 1 മന്തിന്റെ ഉള്ളിൽ തന്നെ ജോലി കിട്ടും. എവിടെയെങ്കിലും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. മേ ബി ലെസ് സാലറി ആയിരിക്കും, കുഴപ്പമില്ല. നിങ്ങൾ അതിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്യുക, അതിൽ ഇരുന്ന് തന്നെ നിങ്ങൾ ഹോസ്പിറ്റൽ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. വൺസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും നല്ല കുറച്ച് ഹയർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, വേറെ ജോലിയിലേക്ക് മാറാനും പറ്റും. അപ്പൊ എപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ കുറെ പേരുടെ കുറെ ഡൗട്ടുകളാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ട് UAE വരാനുള്ള ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. പിന്നെ കുറെ പേര് കമന്റ് ചെയ്ത കാര്യമായിരുന്നു ലൈസൻസ് എലിജിബിലിറ്റി കാര്യങ്ങളെല്ലാം മീൻസ് എക്സാം പാസ്സായി ഇനി എന്ത് ചെയ്യണം, അടുത്ത എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എലിജിബിലിറ്റി എടുക്കണം, ഡാറ്റ ഫ്ലോ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യൻ എംബസി MOF അറ്റസ്റ്റേഷൻ രണ്ടും ചെയ്യണം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആണ്, അത് അപ്ലൈ ചെയ്തിട്ട് അത് എടുക്കണം. പിന്നെ കുറെ പേര് വെച്ചിരുന്നു ഹോസ്പിറ്റലിൽ ഗുഡ് സ്റ്റാൻഡിങ് ചോദിക്കുമെന്ന്. ഹോസ്പിറ്റൽ ഉറപ്പായും ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഗുഡ് സ്റ്റാൻഡിങ് എക്സ്പയർ ആയി, അതായത് അതിന് 6 മന്ത് എക്സ്പയറേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ 6 മന്ത് നിങ്ങളുടെ എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ പുതിയതിന് എന്ത് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അത് ചില ഹോസ്പിറ്റലുകളിൽ ചോദിക്കാറുണ്ട്. ഡാറ്റ ഫ്ലോ മസ്റ്റ് ആയിട്ട് ചോദിക്കും, ഗുഡ് സ്റ്റാൻഡിങ്ങും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഗുഡ് സ്റ്റാൻഡിങ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഡിപ്പെൻഡ് ഓൺ ഏതാണോ ഫെസിലിറ്റി അതിനനുസരിച്ചിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. എന്തായാലും നമുക്ക് ഈ ഒരു ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി നിങ്ങളുടെ അതായത് MOF അറ്റസ്റ്റേഷൻ ഇന്ത്യൻ എല്ലാം കഴിഞ്ഞ് പോലീസ് ക്ലിയർ ഇതെല്ലാം നിങ്ങൾ റെഡി ആയിരുന്നിട്ടുണ്ടെങ്കിൽ വൺസ് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അവർ ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വിസ പ്രോസസ്സിംഗ് കാര്യങ്ങൾക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഓഫർ ലെറ്റർ കാര്യങ്ങൾ അയക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സാലറി കിട്ടും. നിങ്ങൾ ഈ ഓരോ ഡോക്യുമെന്റ്സ് ഡിലേ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജോയിനിങ് ഡേറ്റും ഡിലേ ആവും. അതുപോലെ നിങ്ങളുടെ എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഭയങ്കര കാശുള്ള ആൾക്കാരല്ലല്ലോ, എല്ലാവരും ഒരു മിഡിൽ ക്ലാസ് തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് കുറെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഹോസ്പിറ്റൽ ചിലപ്പോൾ വേറെ ദൂര സ്ഥലത്താകുമ്പോൾ നമുക്ക് അക്കോമഡേഷൻ അങ്ങോട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ പല കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ്സും ഈ ജോയിൻ ഡേറ്റ് ഒക്കെ ഡിലേ ആകുമ്പോൾ അതിൻ്റെതായ സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടാവും. അതൊന്നും ഇരിക്കാതിരിക്കാനാണ് പറയുന്നത്. ആദ്യം തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ ഡോക്യുമെന്റ്സും കാര്യങ്ങളും റെഡി ആക്കിയിട്ട് എന്ത് ചെയ്യുക, ജോലി കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ജോയിൻ ചെയ്യാനും ജോലി കിട്ടാനും എല്ലാത്തിനും. പിന്നെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ജസ്റ്റ് പേടിക്കുക കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, ചോദിക്കുന്നത് അവർ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക, അല്ലാണ്ട് അവിടെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക, അല്ലാണ്ട് പറയാതിരിക്കുക, അല്ലാണ്ട് ക്വസ്റ്റ്യൻസ് അൺഅറ്റൻഡഡ് ആയിട്ട് ഇരിക്കാതിരിക്കുക. എല്ലാതും തന്നെ അറ്റൻഡ് ചെയ്യുക, അറിയുന്ന പോലെ എല്ലാം പറയാം. അപ്പൊ തന്നെ അവർ ഇംപ്രസ്ഡ് ആയിക്കോളൂ കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് തരാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.